തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ജില്ലയിലെ മുഴുവൻ തോടുകളും ശുചീകരിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് പിണറായി ഗ്രാമപഞ്ചായത്തിലെ വേണ്ടുട്ടായി പുറത്തോട് ശുചീകരിച്ച് തുടക്കമായി. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷന്റെ പിന്തുണയോടെയാണ് ക്യാമ്പയിൻ്റെ 3ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. അത് ലോകപ്രസിദ്ധമാണ്. കാരണം പ്രകൃതിദത്തമായ അതിൻ്റെ നൈസർഗികമായ മനോഹാരിത, അതിൻ്റെ സുഗന്ധം വേറെ ഒരിടത്തും കാണാൻ കഴിയില്ല. അത്രയേറെ മനോഹരമായ ഒരു സംസ്ഥാനം, നാട്. പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ പോലൊരു ഗ്രാമം, ഗ്രാമീണ ജനങ്ങളുടെ നിഷ്കളങ്കത, ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സുഗന്ധവും, ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധമെന്ന് കവികൾ പാടി ഓർമ്മയ്ക്കും എല്ലാം കൂടി ചേർന്ന ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും വേറെ തന്നെയാണ്. നഗരത്തിലാകുമ്പോൾ അതിൻ്റെ കൃത്രിമത്വം, ഭാവുകത്വം, സാങ്കേതിക സാമ്പത്തിക സമ്മർദ്ദം ഇതൊക്കെയാണ്. ഇവിടെ ഇത്ര അമ്മമാരും സഹോദരിമാരും എത്രയെങ്കിലും ആളുകൾ വന്നത് ആ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധിയുടെ ഭാഗമാണ്. നഗരത്തിലാകുമ്പോൾ അതൊന്നും കാണുകയില്ല. ഇപ്പം നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പരിപാടികൾ നടക്കുമ്പോൾ അതൊക്കെ ഒരു യാന്ത്രികമായ പരിപാടിയാണ്. നാട്ടിൻപുറങ്ങളിലെ തെളിനീരും ശുചിത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ സി സൈനില, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാർ അഹമ്മദ്, മുരിക്കോളി പവിത്രൻ, പിണറായി പഞ്ചായത്ത് അംഗങ്ങളായ ജയദേവൻ, ബിന്ദു, കെ പവിത്രൻ, കെ പ്രദീപൻ, പൊതുജന വായനശാല സെക്രട്ടറി വിനോദൻ, ഹരിത കേരള മിഷൻ RP ലതാകാണി എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. തോടുകൾ ശുചീകരിക്കുന്നതിന് പുറമെ താൽക്കാലിക തടയണകൾ നിർമ്മിക്കലും ക്യാമ്പയിന്റെ ഭാഗമായി നടത്തും. തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയാനുള്ള ബോധവൽക്കരണ പരിപാടിക്കും ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി തുടക്കം കുറിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടുട്ടായി പാറത്തോട് തോടിന്റെ 3200 മീറ്റർ ദൂരത്തിലാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ശുചീകരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ആകെ 1347 കിലോമീറ്റർ തോടാണ് ശുചീകരിക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പുറമെ ഗ്രന്ഥശാലകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയെന്ന് ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനം എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഒരു ബോധവൽക്കരണ പ്രവർത്തനം കൂടി ആയിട്ടാണ് നടത്താൻ ശ്രമിക്കുന്നത്. പ്രധാനമായും തോടുകളെ എങ്ങനെയാണ് കാണേണ്ടത്, ഈ തോടുകൾ എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ പാരിസ്ഥിതിക ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജില്ലയിലെ ഒട്ടുമുക്കാലും തോടുകളിലെ വെള്ളം പൂർണ്ണമായും BOD, വളരെ മോശമായ ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. തോടുകളിലെ വെള്ളം ശുചീകരണം എടുത്ത് പരിശോധിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.